കടൽമണൽ ഖനനത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങി മത്സ്യത്തൊഴിലാളികൾ. കടലിൽ നിന്ന് വെള്ളമണൽ ഖനനം ചെയ്തെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള പദ്ധതിക്കെതിരെയാണ് പ്രതിഷേധം. ഖനനം മത്സ്യസമ്പത്തിനെ ബാധിക്കുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. സംസ്ഥാനത്തെ പല തീരപ്രദേശങ്ങളിലും കരിമണൽ ഖനനമുണ്ട്. അതിനു പുറമെയാണ് കേരളത്തിലെ 5 ഇടങ്ങളിൽ വെള്ളമണൽ ഖനനത്തിന് പദ്ധതിയൊരുങ്ങുന്നത്. പദ്ധതി വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രത്തെ അകത്തോടാണ് ഈ മണ്ണെടുക്കുന്നത്. 3 സെക്ടറായിട്ട് മണ്ണെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീരത്ത് നിന്ന് 27 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 39 കിലോമീറ്റർ അകലെയാണ് മണ്ണെടുക്കുന്നത്. അങ്ങനെ മണ്ണെടുത്താൽ അതിന് മുകളിലുള്ള ഈ പരപ്പ് തകർത്ത് കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ഇല്ലാതെയാവും. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. സംസ്ഥാനത്ത് 5 സെക്ടറുകളിലായി 575 ദശലക്ഷം ടൺ വെള്ളമണൽ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. പൊന്നാനി, ചാവക്കാട്, കൊല്ലം തെക്ക്, കൊല്ലം വടക്ക് എന്നിവിടങ്ങളിലാണ് ഖനനത്തിന് കണ്ടെത്തിയത്. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള തീരങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വൻകിട കോർപ്പറേറ്റുകളെ അനുവദിക്കരുതെന്നാണ് ആവശ്യമുയരുന്നത്. ഫെബ്രുവരി 18 വരെയാണ് ഖനനത്തിനുള്ള ടെൻഡറുകൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. മണലൂറ്റുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഏർപ്പാടാക്കുന്നത് അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയ്ക്കുന്ന പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. 24 കൊച്ചി.